സ്വർണ്ണവിലയിൽ വമ്പൻ മാറ്റം ഉണ്ടായിട്ടുള്ളത്, ഭയങ്കരമായ രീതിയിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അത് വലിയ രീതിയിൽ ഇനിയും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് വരാം. ഫെഡറലിൻ്റെ തീരുമാനം വന്നിരിക്കുകയാണ്. നമ്മൾ അതിനായിരുന്നു കാത്തു നിന്നിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ ഡിസിഷൻ വന്നിട്ടുണ്ട്. വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കും. അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കും. നമ്മൾ ഉച്ച മുതലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഡൗൺ ആയിട്ട് കിടക്കുകയും ഇന്ന് രാവിലെയും കുറഞ്ഞു 120 രൂപ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും ഗോൾഡ് ഉച്ചക്കും വൈകുന്നേരവും 5 മണിക്കും 6 മണിക്കും അർദ്ധരാത്രിയൊക്കെ എന്തായിരുന്നു സ്വർണ്ണവില ഡൗൺ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ഹോക്കിഷ് റേറ്റ് കട്ട് എന്നൊക്കെ ഇതിനെ വിളിക്കുന്നത്. ശരിക്കും റേറ്റ് കട്ട് എന്ന് പറഞ്ഞാൽ ഡൊവിഷാണ്, പക്ഷേ അതിനെ ഹോക്കിഷായിട്ട് റേറ്റ് കട്ടാക്കിയിട്ട് കരുതിയിട്ടുണ്ട്. എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെയുള്ള ഒരു 0.25% റേറ്റ് കട്ട് തന്നെയാണ് ഫെഡറൽ ചെയർ ജെറോം പവൽ ഇപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ 2025 റേറ്റ് കട്ടുകൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4 റേറ്റ് കട്ടുകളൊക്കെ ഉണ്ടായേക്കും എന്നുള്ളതായിരുന്നു. പക്ഷേ 2 റേറ്റ് കട്ടുകളെ ഉണ്ടാവുള്ളൂ എന്നുള്ള സൂചനയാണ് നൽകി. ഇനി അദ്ദേഹത്തിൻ്റെ പ്രസ് കോൺഫറൻസും കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ അദ്ദേഹം കൂടുതൽ ഫ്യൂവർ റേറ്റ് കട്ട്സിൻ്റെ സിഗ്നൽസ് നൽകുള്ളൂ എന്നുള്ള ഒരു നിൽപ്പിലാണുള്ളത്. എന്തായാലും 2 ഉള്ളൂ. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട് കേട്ടോ. സ്വർണ്ണവില താഴേക്ക് ഭയങ്കരമായ രീതിയിൽ തകർന്നടിഞ്ഞ് താഴേക്ക് പോയപ്പോൾ അതിന് കാരണം പറയുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഫൈനലായിരിക്കും എന്നായിരുന്നു പറയുന്നത്. 2025 ഉണ്ടാവാത്ത അവസ്ഥയിലാണ് പറഞ്ഞത്. എന്നാൽ 2 ഉണ്ട് എന്നുള്ളൊരു സിഗ്നലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്നിട്ടും കുറഞ്ഞപ്പോൾ പിന്നെ അതിന് കാരണങ്ങൾ അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. ശരിക്കും വേറെ പ്രധാനപ്പെട്ട കാര്യം അപ്പുറം നടക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപ് പുടിനെയും സെലൻസ്കിയെയും വിളിച്ച് യുദ്ധം നിർത്താനുള്ള വേറെ ഒരു വീണ്ടും അദ്ദേഹം സംസ്ഥാന സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്, അത് അവസാനിപ്പിക്കുക എന്നുള്ളത്. എന്തായാലും ജനുവരി 20 ട്രംപ് വരുമ്പോൾ, അതായത് ജനുവരി 28-29 അടുത്ത FOMC മീറ്റിംഗ്. അപ്പോൾ അതിൽ വളരെയധികം പ്രധാനമാണ്. ഇപ്പോൾ എന്തായാലും ന്യൂസുകൾ വരുന്നത് എന്തായാലും സ്ലാഷിൽ കീ ഇൻട്രസ്റ്റ് റേറ്റ് ബൈ 0.25%. ഇത് എക്സ്പെക്ട് ചെയ്തതാണ്. ഇപ്പോൾ ഈ കൊല്ലം തന്നെ അത് 3ാമത്തെ പ്രാവശ്യമാണ്. അപ്പോൾ ടോട്ടൽ 1% സെപ്റ്റംബർ കൂട്ടിയിട്ട്, സെപ്റ്റംബർ നവംബറും ഇപ്പോൾ ഈ ഡിസംബർത്തും ഒക്കെ പാടെ കൂട്ടിയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1% കുറവ് ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചു. അത് കടമുള്ളവർക്കൊക്കെ പല ഉപകാരം മറ്റുള്ളതൊക്കെയാണ്. 1000 എന്തായാലും പോകുന്നില്ല അമേരിക്കൻ്റെ കാര്യത്തിൽ. നമ്മൾ ഗോൾഡിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 57,080 ഇപ്പോൾ ഉള്ളത് സ്വർണ്ണവില. ആ 57,080 നിന്നും സ്വർണ്ണവില തകർന്ന് ഒരു സമയം ഗോൾഡ് $2,615 അടി ആ ലെവലിൽ വരെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ $2,623 എങ്കിൽ കൂടിയും ഗോൾഡ് തകർച്ച തന്നെയാണ്. -22.40 ഇടിച്ച റൗണ്ട്സ് ഗോൾഡ് ഉള്ളത് കൊണ്ട് തന്നെ ഈ FOMC മീറ്റിങ്ങിന് ശേഷം ഉള്ള ആ തകർച്ച അതിന് 160 രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥ നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് 440 രൂപ നാളെ കുറഞ്ഞേക്കാവുന്ന നിലയിലാണ് സ്വർണ്ണവില ഇപ്പോൾ തകർന്നു വരുന്നുണ്ട്. ഇതിൽ മാത്രമല്ല എല്ലാത്തിലും മാറ്റം വരുന്നിട്ടുണ്ട്. FOMC മീറ്റിങ്ങിന് ശേഷം എല്ലാ ഞാൻ പറഞ്ഞല്ലോ പല സ്ഥലം ക്രൂഡ് ഓയിൽ ഇപ്പോൾ ഉള്ള 70.55 ഡോളർ ഇൻഡെക്സ് ഉയർന്നിട്ടുണ്ട്. ഈൽഡ് 4.45% കിടക്കുന്നത്. എന്തായാലും ഇതിപ്പോൾ ഗോൾഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് നമുക്കിതിനെ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പോൾ സ്റ്റേബിളായി. ഇനി അദ്ദേഹത്തിൻ്റെ പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം എന്താ പറയുന്നത് എന്നുള്ളതൊക്കെ വളരെ പ്രധാനമാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഈ റേറ്റ് കട്ട് സ്വർണ്ണവില എന്തായാലും ശരിക്കും ഇത് ഉയരുക തന്നെയാണ് വേണ്ടത്. പക്ഷേ കുറഞ്ഞു. അത് അതിന് കാരണം പറയുന്നത് ഇതാണ്, ഒരു 2025 2 ഉണ്ടായേക്കുള്ളൂ എന്നുള്ള ആ ഒരു ഇതും. ഇനിയിപ്പോൾ 2 ഇല്ലാത്ത അവസ്ഥ പറയുമോ ഞാൻ അറിയില്ല പ്രസ് കോൺഫറൻസ്. ഇപ്പോൾ ആ ഒരു സിഗ്നലല്ല. പക്ഷേ നമ്മളൊരു കാര്യം പറയാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ട്രംപിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഇത് അവസാനിപ്പിക്കാനുള്ള ട്രംപിൻ്റെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ജനുവരി 20 ആ ഒരു ഇതാണ്. കാരണം ഗാസ സീസ്ഫയറും കൂടുതൽ സംസാരിക്കുന്നുണ്ട്. സിറിയയിലെ പ്രശ്നങ്ങളും ഒരു ഇതൊക്കെ അടങ്ങി നിൽക്കുന്നുണ്ട്. ആ ഒരു ഇതിലുള്ള ഗോൾഡ് ഇപ്പോൾ ഇത്ര ഇടിഞ്ഞിട്ടുണ്ട് 2,623 അപ്പോൾ 1900 റേഞ്ചുകളിൽ നിന്നാണ് ഗോൾഡ് പോയത്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റെബിലൈസേഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ സേഫ് ഹേവൻ ഡിമാൻഡിൻ്റെ കാര്യം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഉയർന്നതാണ്. അപ്പോൾ ആ ഒരു ഇടിച്ചിലായിട്ടാണ് ഇന്ത്യയിൽ ഇതിനെ കാണുന്നത്. അല്ലാതെ ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുമ്പോൾ എപ്പോഴും ഗോൾഡിന് എപ്പോഴും അനുകൂലമായിട്ട് കാണുള്ളൂ. പിന്നെ ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് പ്രസ് കോൺഫറൻസ് കഴിഞ്ഞിട്ട് രാവിലെ എങ്ങനെയൊക്കെ മാർക്കറ്റ് ഷേപ്പ് ആകും എന്നുള്ളത് എന്താണ് നമുക്ക് നോക്കാം. എന്തായാലും ഇപ്പോൾ 57,080 നിന്നും നാളെ 440 രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലാണ് സ്വർണ്ണവില ഉള്ളത്. ഓക്കെ, താങ്ക് യു.